കുട്ടികളൊക്കെ ഇപ്പൊ ചാടി പോകുക എന്നാ പറഞ്ഞത്, ആരും നടന്നു പോണില്ല എന്നാ പറഞ്ഞു കേൾക്കണത്. പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ചാടിയിട്ട് അത്ര ഇപ്പൊ പോക്ക്, ആരും നടക്കണില്ല. രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരു ദിവസം നേരം വെളുക്കുമ്പോൾ ഒരു കുട്ടിയും ചാടൂല. ചാടണമെങ്കിൽ ആദ്യം 5 സ്റ്റേജുകൾ കഴിയണം. 6ാം സ്റ്റേജിലാണ് ചാട്ടം. ചാടണതിന് മുമ്പ് 5 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം മുആയനത്ത് എന്ന് പറയുന്നതാണ്. കണ്ടപ്പോൾ ഇഷ്ടം തോന്നി, അതിന് ഫിസിക്കൽ അട്രാക്ഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയാ. ശാരീരികമായ ആകർഷണീയതയാണ് ആദ്യം ഉണ്ടാകുക. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ആകർഷിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നുകിൽ സംസാരമാണ്, അല്ലെങ്കിൽ സംസ്കാരമാണ്, അല്ലെങ്കിൽ സ്വഭാവമാണ്. 3 കാര്യമാണ് ഒരാൾ വേറൊരാളെ ആകർഷിക്കുക. സംസാരം ആകർഷിക്കുക, സംസ്കാരം ആകർഷിക്കുക, സ്വഭാവം ആകർഷിക്കുക. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ഒരു ദിവസം സ്കൂൾ വിട്ടിട്ട് വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, ഞങ്ങളെ ക്ലാസ്സിലുണ്ട് ഒരു കുട്ടി, നല്ല ഉഷാറായിട്ട് പാട്ടുപാടും ഉമ്മ എന്ന് പറഞ്ഞാല് ഫിസിക്കൽ അട്രാക്ഷൻ ആണത് എന്ന് ഉമ്മാക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതിന്റെ പേരാണ് ഫിസിക്കൽ അട്രാക്ഷൻ, ശാരീരികമായ ആകർഷണീയത. ഇതിന്റെ 1ാം ഘട്ടം കൊണ്ട് ഒരു പ്രശ്നവുമില്ല. ഇത് കൂടി വരുന്നതിനനുസരിച്ചേ പ്രശ്നമാവുള്ളൂ. ഒരു ശാരീരികമായ ആകർഷണീയത ഉണ്ടായിരുന്നിട്ടൊന്നും സംഭവിക്കൂല. 2ാം ഘട്ടത്തിലേക്ക് പോയാൽ പ്രശ്നമായി. 1ാം ഘട്ടം ഫിസിക്കൽ അട്രാക്ഷൻ ആണ്. ശാരീരികമായി എന്തും ആകർഷിക്കാം. ഇമ്മ ഞങ്ങളെ സ്കൂളിലുണ്ട് നല്ല തടിച്ചിട്ടൊരു കുട്ടി, ഓൻ്റെ നടത്തം ഇങ്ങനെ കണ്ടാലേ എന്ന് പറയുകയാണെങ്കിൽ ഫിസിക്കൽ അട്രാക്ഷൻ ആണ് നടന്നിട്ടുള്ളത്. അല്ലെങ്കിൽ തടിഞ്ഞോത്തൊരു കുട്ടിയുണ്ട് എന്ന് പറഞ്ഞാൽ അതും അതന്നെയാണ് സംഭവം. ഞങ്ങളെ ക്ലാസ്സിലുണ്ട് ഒരു കുട്ടി നല്ല ഓത്താണ് എന്ന് പറഞ്ഞാലും സാധനം അതന്നെയാണ്. ഞങ്ങളെ ക്ലാസ്സിലൊരു കുട്ടിയുണ്ട് പരീക്ഷയ്ക്ക് നല്ല മാർക്കൈക്കാരെന്ന് പറഞ്ഞാലും സാധനം അതന്നെയാണ്. ഇതിനാണ് ഫിസിക്കൽ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ചാടുന്നതിൻ്റെ 1ാം സ്റ്റേജ് ഫിസിക്കൽ അട്രാക്ഷനാണ്. ഈ വിഷയത്തെ 1ാം സ്റ്റേജിൽ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റിയാൽ ആരും ചാടൂല. അവനാൻ ചാടൂല, അവനെ മക്കളും ചാടൂല. ചാട്ടം കുട്ടികൾക്ക് മാത്രം ബാധകമായതല്ല ഇപ്പക്കാലത്ത്, ചാട്ടം വലിയവർക്കും ബാധകമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതെല്ലാവരും മനസ്സിലാക്കുക. ഫിസിക്കൽ അട്രാക്ഷൻ പ്രശ്നമല്ല, പ്രശ്നത്തിലേക്കുള്ള പ്രശ്നമാണ്. ഫിസിക്കൽ അട്രാക്ഷൻ പ്രശ്നമൊന്നുമല്ല. സാലിം വൈസ് ഇങ്ങനെ പ്രസംഗിക്കുകയാണ്, അയാൾ എന്തൊക്കെയോ നാടൻ വർത്താനം മലപ്പുറം ഭാഷയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. നല്ല വർത്താനാണ് നിങ്ങൾ പറയുകയാണെങ്കിൽ ഫിസിക്കൽ അട്രാക്ഷൻ ആണത്. 1ാം ഘട്ടം പ്രശ്നമല്ല. പക്ഷെ ഒരാളിന്റെ ഫോൺ നമ്പർ വാങ്ങിക്കാണ്ട് പിന്നാലെ കൂടിയ പ്രശ്നം തന്നെയാണ്. അത് 2ാം ഘട്ടമാണ്. അത് പ്രശ്നം തന്നെയാണ്. 1ാം ഘട്ടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മുആയനത്ത് എന്നാണ് അതിന് പറയാ 1ാം ഘട്ടത്തിന്. 2ാം ഘട്ടം എന്ന് പറയുന്നത് മുത്താബഅത്ത് എന്ന് പറയുന്നതാണ്. മുത്താബഅത്ത് എന്ന് പറഞ്ഞാൽ 1ാമത്തേത് കാണലാണ്, 2ാമത്തേത് നോക്കലാണ്. 9:25 ബസ്സിന് പോവുകയാണ്. അപ്പൊ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ബസ് കാത്ത് നിൽക്കുമ്പോൾ ഒരാൺകുട്ടിനെ കണ്ടു, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിനെ കണ്ടു. അത് കാണലാണ്. പിറ്റേന്നും കണ്ടു, പിറ്റേന്നും കണ്ടു, 4ാമത്തെ ദിവസം കാണാൻ വേണ്ടി നിന്നു. അത് നോക്കലാണ്. ഇത് 2ാം ഘട്ടമാണ്. ഇതാണ് 2ാം ഘട്ടം എന്ന് പറഞ്ഞത്. പിന്നീട് കണ്ടില്ലെങ്കിൽ അസ്വസ്ഥതയായി, കാണാൻ വേണ്ടി താല്പര്യമായി. 9:25 ബസ്സിന് എന്നും സ്കൂളിൽ പോകുന്ന കുട്ടി ഒരു ദിവസം ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ നാളെ മുതൽ ഞാൻ 9:35 ബസ്സിനാണ് പോണത്. അതെന്താ മോളെ? 10 മണിക്കല്ലേ സ്കൂളിൽ ബെല്ലടിക്കുള്ളൂ, നേരത്തെ അവിടെ പോയിരുന്നിട്ട് എന്താ കാര്യം? 9:35 ബസ്സിനാണെങ്കിൽ തീരെ തിരക്കും ഉണ്ടാവില്ല. ഒരു കുഴപ്പമില്ല, അങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ അതിന്റെ തലേ ദിവസം തടിച്ചൊരു കുട്ടിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഫിസിക്കൽ അട്രാക്ഷൻ 2ാം ഭാഗത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ വാപ്പാനോടൊന്ന് വിവരം പറയണം. പിന്നെ മോള് ഇന്നാൾ ഇങ്ങനെ ഒരു വർത്താനം പറഞ്ഞിരുന്നു ഒരു തടിയനെ പറ്റിയിട്ട്, ഇന്ന് ഓള് 9:35 മാറുന്നുണ്ട്, നാളെ നിങ്ങളൊന്ന് ആ ബസ് കയറിയിട്ട് തടിയുണ്ടോ നോക്കൊണ്ടൂ എന്നൊന്ന് വാപ്പാനോട് പറയാൻ ഒഴിവുള്ള പെണ്ണിന്റെ പേരാണ് ഉമ്മ എന്ന് പറയുന്നത്. അല്ലാത്തവർക്ക് വേറെ എന്താ പേരിട്ടോളി. ഉമ്മ എന്ന് പറഞ്ഞാൽ അതാണ് സാധനം. അത് വാപ്പാനോട്. എന്നിട്ട് തെന്നടി മളെ എന്നാ ഞാൻ നാളെ പണിക്ക് പോണില്ലേ, ഞാനൊന്ന് കയറി നോക്കട്ടെ എന്ന് പറയണോന്റെ പേരാണ് വാപ്പ എന്ന് പറയുന്നത്. അല്ലാത്തവന്റെ പേര് പുതിയാപ്ല.
പുതിയാപ്പിളക്ക് മൂരിക്കുട്ടിയുടെ ചെലവേ ഉള്ളൂ, വാപ്പക്ക് കുറച്ച് കൂടുതൽ ചെലവുണ്ടാവും. പുതിയാപ്പിളാകാനും ഒരു മൂരിക്കുട്ടിനെ വാങ്ങിയിട്ട് കുട്ടൻ ബിരിയാണി, ചെറിയൊരു മഴ ഉണ്ടെങ്കിൽ ഉഷാറായി പുതിയാപ്പിളാകല്ല, നല്ല സൂപ്പറായിട്ട് പുതിയാപ്പിളാകാം. അല്ലെങ്കിൽ കോഴി വാങ്ങിയാലും മതി. വാപ്പയാകാനും മൂരിക്കുട്ടിയുടെ ചെലവൊന്നല്ല ഉണ്ടാകുക, അതിൻ്റെ ഒരുപാട് ചെലവുണ്ട്. അപ്പൊ പിറ്റത്തെ ദിവസം ഒന്ന് ബസ് കയറി വെക്കാൻ തയ്യാറുള്ളവനെ വാപ്പാന്ന് പേരുള്ളൂ. രണ്ടാം ഘട്ടം കഴിഞ്ഞാല് മൂന്നാം ഘട്ടം മുബാഷറത്ത് എന്ന് പറഞ്ഞതാണ്. ഒരുപോലെയാവാനുള്ള ഇഷ്ടമാണ് മൂന്നാം ഘട്ടത്തിൽ ഉണ്ടാകുക. ഒരുപോലെ ആവാനുള്ള ഇഷ്ടം എന്ന് പറഞ്ഞാല് 10ാം ക്ലാസ് ജയിച്ചപ്പോ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +1 +2 സയൻസ് ഗ്രൂപ്പ് എടുക്കണം എന്നാ മോള് പറഞ്ഞിരുന്നേ. 6 മാസം കഴിഞ്ഞപ്പോ പറഞ്ഞു, അല്ലെങ്കിൽ ഉമ്മ ഞാൻ കൊമേഴ്സിനാണ് പോണത്. എന്താ മോളെ കൊമേഴ്സ്, ആദ്യം സയൻസ് ഗ്രൂപ്പ് എടുക്കണം എന്നല്ലേ പറഞ്ഞിരുന്നത്, പിന്നെ എന്തേ അത് കൊമേഴ്സ് ഗ്രൂപ്പ് ആക്കാനുള്ള കാരണം? അതൊന്നുമല്ല, അതാണ് എളുപ്പമുള്ളത്. ശരിയാണ്, സയൻസ് ഗ്രൂപ്പിനേക്കാൾ കൊമേഴ്സ് ഗ്രൂപ്പ് എളുപ്പമുള്ളത് തന്നെയാണ്. കുട്ടി അങ്ങനെ മാറുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ തടിയൻ കൊമേഴ്സിനായത് കൊണ്ടാണെങ്കിൽ പ്രശ്നം 3ാം ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. തടി എന്നുള്ളത് ഒരു മനുഷ്യന്റെ പേരാണ് കേട്ടോ. എന്തേലും ഒരു പേര് പറയണ്ട വെച്ചിട്ട് അങ്ങനെ പറഞ്ഞ വിഷയം 3ാം ഘട്ടത്തിലേക്ക് പോയിട്ടുണ്ട്. വിഷയം 3ലാണ് ഇരിക്കുന്നത്. ഇതാണ് ഒരുപോലെയാവാനുള്ള താല്പര്യം എന്ന് പറഞ്ഞത്. അത് പല നിലക്കും ഉണ്ടാവും. നേരം വെളുത്ത് തിരിച്ചു നോക്കുമ്പോൾ ഭയങ്കര തലവേദന. ഉമ്മ തലവേദന ആയിട്ട് വയ്യ, ഞാൻ ഇന്ന് സ്കൂളിൽ പോണില്ല. എന്താ മോളെ ഇന്ന് സ്കൂളിൽ പോകാതെ? തലവേദന വയ്യമ്മ, ഭയങ്കര തലവേദന. ഒരു കുഴപ്പമില്ല. ഒരു 11:30 മണിയാവുമ്പോൾ ഒന്ന് ക്ലാസ് ടീച്ചർക്ക് വിളിക്കുക. ടീച്ചറെ, എന്നിൻ്റെ മോള് മൈമൂന സ്കൂൾക്ക് വന്നിട്ടില്ല, അവൾക്ക് ഭയങ്കര തലവേദനയാണ്. വേറെ എല്ലാ കുട്ടികളും ഒന്നും ഉണ്ടാവില്ല ടീച്ചറേ എന്നൊരു ചോദ്യം ചോദിക്കുക. അപ്പൊ ടീച്ചർ, അല്ലെന്ന് വേറൊരു കുട്ടിയും കൂടി ലീവ് ഉണ്ട്, ആ തടിയം വന്നിട്ടില്ല എന്നാണെങ്കിൽ വിഷയം 3ൽ സജീവമായി നിലനിൽക്കുകയാണ്. ഇതന്നെ സംഗതി. അതായത് തലേ ദിവസം ഞാൻ നാളെ ഉണ്ടാവൂല എന്ന് പറഞ്ഞപ്പോൾ ഞാനും നാളെ ഉണ്ടാവൂല എന്ന തീരുമാനത്തിൽ നിന്നാണ് തലവേദന. ഒറിജിനൽ തലവേദന ആയിരിക്കും കേട്ടോ, ഡ്യൂപ്ലി തലവേദന ഒന്നുമല്ല. ഈ തീരുമാനം എടുത്താൽ തലവേദന വന്നിരിക്കും. തീരുമാനത്തിനനുസരിച്ചുള്ള വഴികളാണ് തുറക്കുക. ഒരാൾക്ക് തീരുമാനത്തിനനുസരിച്ചുള്ള വഴിയാണ് തുറക്കുക. ഒരാൾക്ക് എങ്ങോട്ടേലൊന്നും പോകാനാവൂല എന്നാണെങ്കിൽ അതിൻ്റെ പുറത്തൊരു ജലദോഷം ഉണ്ട്, അതിൻ്റെ പുറത്ത് വാപ്പാക്കാണെങ്കിൽ ഗുളിക കയ്യും ചെയ്തിട്ടുണ്ട്, ഇല്ലാത്ത കാരണമൊന്നും ഉണ്ടാവില്ല. എന്തായാലും പോയേ പറ്റുള്ളൂ കൊല്ലത്തേക്ക് സമ്മേളനത്തിൽ നിന്നാണ് തീരുമാനമെങ്കിൽ എന്ത് വിഷയം വന്നാലും അത് സാരല്ല, വാപ്പ അല്ലെങ്കിലും കുറെ കാലമായിട്ട് മരുന്ന് കൊടുക്കുന്ന ആൾ തന്നെയല്ലേ എന്ന് അങ്ങനെ തോന്നാം. തീരുമാനത്തിനനുസരിച്ചാണ് എല്ലാ കാര്യവും. അപ്പൊ തലവേദന ഒറിജിനൽ ഉണ്ടാവും. തലേ ദിവസം നാളെ പോകാനാവില്ല എന്ന് തീരുമാനിച്ചതാണ്. അതിനനുസരിച്ച് ശരീരം പ്രിപ്പയർ ആവും. തീരുമാനം എന്താണോ അതിനനുസരിച്ച് ശരീരം പ്രിപ്പയർ ആവും. ഇതാണ് 3ാമത്തത്. 4ാമത്തത് എന്ന് പറയുന്നത് മുജാഹദത്ത് എന്ന് പറയുന്നതാണ് പരിശ്രമം. പരിശ്രമം എന്ന് പറഞ്ഞാല് ഒരു ദിവസം സ്കൂൾക്ക് പോയപ്പോ കുട്ടി 2 പേന കൊണ്ടുണ്ട്. സാധാരണ ഒരു പേനയേറ്റാണ് പോകല്, ഇന്ന് 2 പേനയേറ്റ് പോണുണ്ട്. എന്തിനാ മോളെ 2ാമത്തെ പേന? അതുമ്മ പേനയില്ലാത്ത ആർക്കേലും എഴുതാൻ കൊടുക്കാനാണ്. കുഴപ്പമില്ല, ഒരു 34 പേനേറ്റാണ് പോയിട്ട് ക്ലാസ്സിലുള്ള എല്ലാവർക്കും ഓരോന്നാണ് കൊടുത്താൽ സ്വതക്കാന്റെ അളവ് കൂട്ടിയാൽ മതി, ഒരു കുഴപ്പമില്ല. 2ാമത്തെ ഒരു പേന ഉണ്ടല്ലോ, അത് രേശം പ്രശ്നമുള്ള ഒരു പേനയാണ്. അത് തടിയനാണോ കൊടുക്കണെന്നുള്ളത് ഒന്ന് അന്വേഷിക്കണം, നിർബന്ധം. സ്കൂളിട്ട് വന്നപ്പോണ്ട് മോളെ ബുക്കും ഉണ്ട്, അതിൻ്റെ ഒപ്പം വേറൊരു ബുക്കും കൂടി ഉണ്ട്. എന്തിനാ മോളെ എൻ്റെതല്ലാത്തൊരു ബുക്ക്? പൊതിപ്പ് കണ്ടാൽ വേറെയാണെന്ന് തോന്നുന്നുണ്ടല്ലോ. അതമ്മ ഒരു കുട്ടിയുടെ കൈ കിടന്നപ്പോൾ എഴുതി കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. കുഴപ്പമൊന്നുമില്ല, ഒരു കുട്ടിയുടെ കൈ കിടന്നപ്പോൾ +1 +2 ആണെങ്കിൽ കോപ്പി റൈറ്റിംഗ് ഒന്നും ഇല്ലല്ലോ, വേറൊരാൾ എഴുതി കൊടുത്താലും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നേരത്തെ പറഞ്ഞ ആളാണെങ്കിൽ വിഷയം വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്.